ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു 5-6 സ്ലൈസ് ബ്രെഡ് എടുക്കാം. കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടവർക്ക് കൂടുതലായിട്ട് ബ്രെഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഉള്ളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ ഇത് ഒരുപാട് ലൂസായി പോകും. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഈ ബ്രെഡെല്ലാം നല്ലോണം പൊടിഞ്ഞിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ആ ഒരു രീതിക്ക് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒരേ രീതിയിൽ ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റെല്ലാം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.